ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹം ലോകമെങ്ങും പകർന്നു നൽകാനിതാ നവയുഗത്തിലെ വൈദികർ ഉണരുന്നു. ഇത് ഫാദർ ജിമ്മി പൂച്ചക്കാട്ട്, സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവും കാക്കനാടിനടുത്ത് തേവക്കൽ പള്ളിയുടെ വികാരിയുമായ ജിമ്മി അച്ഛൻ തന്റെ ദൈവവിളി അനുഭവങ്ങളും മതബോധന രംഗത്തെ തന്റെ ശുശ്രൂഷ അനുഭവങ്ങളും നമ്മോട് പങ്കുവെക്കുന്നു. ജിമ്മി അച്ഛ, ശാലോം ടി വിയിലെ ജോഷുവ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് ജിമ്മി അച്ഛൻ എറണാകുളം രൂപതാംഗമാണ്. അച്ഛൻ ഇന്ന് സീറോ മലബാർ സഭയുടെ ഒഫീഷ്യൽ സ്പോക്ക് പേഴ്സൺ അല്ലെങ്കിൽ PR വക്താവാണ്. അച്ഛൻ്റെ വീട് എവിടെയാണെന്നും വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊന്ന് പറഞ്ഞു തുടങ്ങാമോ അച്ഛൻ? എൻ്റെ വീട് ചേർത്തലയ്ക്കടുത്ത് തുറവൂർ വളമംഗലം എന്ന് പറയുന്നതാണ് എൻ്റെ ഇടവക. അവിടെ എൻ്റെ ഫാദർ മരിച്ചുപോയി 11 വർഷങ്ങൾക്ക് മുമ്പ്. 11ാമത്തെ വർഷമാണ്. ഞാൻ സ്ഥലത്തില്ലാതിരുന്ന റൂമിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പച്ചൻ മരിക്കുന്നത്. അമ്മായും എനിക്ക് 2 പെങ്ങന്മാരാണ്. മൂത്ത പെങ്ങൾ ബോംബെയിലാണ്, അവിടെ ഒരു ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഒരു സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് 58 വയസ്സ് വരെ അവിടെ സെറ്റിൽഡാണ്. ചങ്ങനാശ്ശേരി കുറുമ്പനാടത്താണ് കെട്ടിച്ചിരിക്കുന്നത്. ഇളയാൾ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്, എൻ്റെ അമ്മച്ചിയുടെ കൂടെ ഉണ്ട്. എൻ്റെ അളിയൻ ആണ് ശരിക്കും ഇപ്പം അമ്മച്ചിയെ നോക്കാനൊക്കെ ആയിട്ട് കൂടെ ഉള്ളത്. അങ്ങനെ അവർക്ക് 2 കുട്ടികളുണ്ട്. അവരാണിപ്പോൾ എൻ്റെ വീട്ടിലുള്ളത്. അച്ഛൻ ഏക ആന്തരിയാണ് വീട്ടിലല്ലേ? മക്കളിൽ ആന്തരിയാണ്. അച്ഛാ, എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ഒറ്റ മകനായ 2 പെങ്ങന്മാരുണ്ടെങ്കിൽ ഒറ്റ മകനായ അച്ഛൻ ഈ ഒരു ദൈവവിളി തിരിച്ചറിഞ്ഞതും സെമിനറി ചേരാൻ തീരുമാനിച്ചൊക്കെ എങ്ങനെയായിരുന്നു അച്ഛൻ? ദൈവവിളികളെല്ലാം വളരെ അപ്രതീക്ഷിതമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിപ്പോൾ എല്ലാവരുടെയും ദൈവവിളിയൊന്നും അങ്ങനെ അറിഞ്ഞിട്ടല്ല. എന്നാലും ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞാണ് ഞാൻ സെമിനാരിയിൽ ചേരുന്നത്. അപ്പം ഞാൻ പക്ഷേ എനിക്കങ്ങനെ ഒരു തോന്നലുണ്ടാകുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. ഒരു പൗരോഹിത്യം എന്നുള്ള ഒരു ജീവിതശൈലി എനിക്കെടുക്കാം. അങ്ങനെ തോന്നി പിറ്റേ ദിവസം ഞാൻ സെമിനാറിലേക്ക് പോകുന്നതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് ആ തോന്നലുണ്ടാവുകയും അതെൻ്റെ ഒരു ജീവിതശൈലിയായിട്ട് സ്വീകരിക്കണം എന്നൊരു ഉൾവിളി ഉണ്ടാകുന്നതും എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക നിമിഷത്തിൽ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകുന്നതാണ്. അതേസമയം തന്നെ അതിന് കാരണമായത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പം മുതലുള്ള എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്, എൻ്റെ ഇടവകയിൽ നിന്ന് വികാരിച്ചന്മാരിങ്ങനെ പലരും കിട്ടിയിട്ടുള്ളതുണ്ടാകും. പക്ഷെ ഞാൻ ഇപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതശൈലിയിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഞാൻ ഈ ഡിഗ്രി തലം വരെ ഒരു 5 വർഷക്കാലം 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും എൻ്റെ ഇടവകയിൽ നിന്നു എന്നുള്ളത്, അവിടെയുള്ള എല്ലാ ആക്ടിവിറ്റീസുമായിട്ട് സഹകരിച്ചു എന്നുള്ളത് എൻ്റെ ദൈവവിളിയെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിലും എന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ്റെ ഈ ഒരു വൈദിക പരിശീലന കാലഘട്ടം, പ്രത്യേകിച്ച് ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ് അച്ഛൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മൈനർ സെമിനാരിലേക്ക് വരുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞവരുടെ കൂടെയാണ് ഒരു ആദ്യ വരവ്. ആ ഒരു ജീവിതവും പിന്നീട് 12 വർഷം എടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒരു 12 വർഷമാണല്ലോ സാധാരണ രീതിയിൽ. അങ്ങനത്തെ ഒരു പരിശീലന കാലഘട്ടത്തെക്കുറിച്ചുള്ള ചില ഓർമ്മകൾ, ദൈവം നടത്തിയ വഴികളൊന്ന് പറയാമോ? ഞാൻ ശരിക്കും ഇതിനൊരു ഒക്കേഷൻ ക്യാമ്പൊക്കെ ഉണ്ടല്ലോ. സെമിനാരിയിൽ ചേരാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞില്ല, പെട്ടെന്നൊരു തോന്നിയ പിറ്റേ ദിവസം ഞാൻ പോകുന്നതല്ല. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം എൻ്റെ മാതാപിതാക്കൾക്കൊന്നും ഒരു തരത്തിലും താല്പര്യപ്പെടുന്നൊരു കാര്യമല്ല. അതിനേക്കാൾ ഉപരി അവരൊരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റൈജുവിന് കുട്ടികളുണ്ടെങ്കിൽ റൈജു ഇപ്പം തന്നെ ഒരു പ്ലാൻ ഇട്ട് കാണും. എൻ്റെ മകൻ 10ാം ക്ലാസ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ ബിടെക് എടുത്താൽ എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം ആഗ്രഹങ്ങൾ, ഇതെല്ലാം നമ്മൾ ദൈവത്തിന് വിടുന്നതാണ്. പണ്ട് കാലത്തെ ഒരു പ്രത്യേകത, ആഗ്രഹങ്ങൾ വളരെ ലിമിറ്റഡ് ആയിരുന്നു. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ BSc അല്ലെങ്കിൽ BA ഡിഗ്രി, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ. ഇപ്പം എൻ്റെ അപ്പനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു, എൻ്റെ ഫാദർ ഒരു അധ്യാപകനായിരുന്നു. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള തെക്കാട്ടുശ്ശേരി സ്കൂളിൽ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ സ്കൂളിൽ തന്നെ എന്നെയും ഒരു അധ്യാപകനാക്കണം എന്നുള്ള ഒരു ആഗ്രഹം പുള്ളിക്കുണ്ടായിരുന്നു എന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയൊരു വിഷയം പോലും ഞാൻ എടുക്കണം എന്ന് നിർബന്ധമുണ്ട് പുള്ളിക്ക്. കാരണം ആ സമയത്ത് അവിടെ ഒരു റിട്ടയർമെൻ്റൊക്കെ വരുന്ന ഒരു വിഷയമൊക്കെ എടുത്ത്, അപ്പോൾ ഞാനങ്ങനെ BSc മാത്തമാറ്റിക്സ് ഒക്കെ എടുത്ത് വരുവാണ്. അപ്പോൾ എൻ്റെ ഫാദറിനും എൻ്റെ കുടുംബത്തിനും തീർച്ചയായിട്ടും അറിയാം, ഇത് കഴിയുമ്പോൾ ഞാൻ ഒരുപക്ഷെ B.Edന് പോയി, അതിനുശേഷം ഞാൻ ആ സ്കൂളിൽ ടീച്ചറായി, അത് കഴിയുമ്പോൾ ചിലപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എടുത്ത്, ഇങ്ങനെയുള്ള സകല സങ്കല്പങ്ങളെയും തകിടം മറിച്ചുകൊണ്ടാണ് ഈ ഒരു പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു സംഗതി പറയുന്നത്.
അപ്പോൾ ഈ വലുതല്ലെങ്കിലും കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പം ഞാൻ ആ സമയത്ത് അവിടെ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ഞാൻ കടയിൽ പോകുന്നത് ഞാനാണ്, റേഷൻ വാങ്ങിക്കുന്നത് ഞാനാണ്, അല്ലെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ അപ്പൻ്റെ പോലും വസ്ത്രങ്ങൾ തേച്ചു കൊടുക്കുന്നത് ഞാനാണ്, ചിലപ്പോൾ അലക്കുന്നത് ഞാനാണ്. ഒരു സാധാരണ ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പം എൻ്റെ അപ്പനൊക്കെ ആലോചിക്കുന്ന ഭീമമായ പ്രശ്നം ഇനി ആരും മുണ്ടലക്കും എന്നുള്ളതാണ്, ഇനി ആരിത് തേച്ച് തരും, മനസ്സിലായി? അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അത് വളരെ ഇമോഷണലാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ പറ്റാതിരുന്നത് കൊണ്ട് എൻ്റെ വികാരിയച്ഛൻ ജോസഫ് കുഞ്ചരത്തച്ഛനാണ്. അച്ഛനിപ്പോൾ എറണാകുളം അരമനയിൽ താമസിക്കുന്നുണ്ട്. അച്ഛനോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. അച്ഛനും ഇത് അവതരിപ്പിക്കാനൊരു പേടിയുണ്ട്. കാരണം എൻ്റെ ഫാദർ ഇടവകയിൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരാളായിട്ടൊക്കെ ഉണ്ട്, അധ്യാപകനുമാണ്. അപ്പോൾ അച്ഛനെ എല്ലാ കാര്യത്തിലും സഹായിക്കുന്ന ആളാണ്. അപ്പോൾ ഇവർ തമ്മിൽ എല്ലാ അന്താരാഷ്ട്ര കാര്യങ്ങളും ചർച്ച ചെയ്യും, ഈ കാര്യം ഒഴിച്ച്. കാരണം ഈ അച്ഛൻ ഈ കാര്യം മാത്രം നമ്മുടെ അപ്പനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് വൊക്കേഷൻ ക്യാമ്പിന് പോകേണ്ട ഒരു ദിവസമായി. ആ ദിവസം അച്ഛൻ പറഞ്ഞു, അച്ഛനന്ന് ഈ ലേബർ മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സംഘടന, കേരള ലേബർ മൂവ്മെൻറ്റ് ഇപ്പോഴുണ്ട്, അതിൻ്റെ അന്നത്തെ എറണാകുളം രൂപതയുടെ ഡയറക്ടർ കുഞ്ചരത്തച്ഛനാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ലേബർ മൂവ്മെൻറ്റിൻ്റെ ഒരു ക്യാമ്പുണ്ട്, അതിന് ജിമ്മിനെ ഒന്ന് വിടണം എന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ പറഞ്ഞ്, അതിനാണെന്നും പറഞ്ഞ് ഞാൻ 3 ദിവസം വൊക്കേഷൻ ക്യാമ്പിന് പോവുകയാണ്. അപ്പോൾ ഇവിടെ തൃക്കാക്കര മൈനർ സെമിനാരി വന്നു, വർഗീസ് ഞാളിത്തച്ഛനാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് കൂടി. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് ഏറ്റവും, ഇപ്പോൾ റൈജു ചോദിച്ചില്ലേ, നമ്മൾ ഈ ഇത്രയും പ്രായമുള്ള നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞവരുമായിട്ട്, കാര്യം ഒരു 5 years ഡിഫറൻസ് ആണെങ്കിൽ പോലും അതൊരു വ്യത്യാസമാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വളരെ സ്ട്രെയിഞ്ചായിട്ട് തോന്നിയത്, അന്ന് ഞാനൊരു മതാധ്യാപകനാണ്, അന്ന് CLCയുടെ ഫൊറോനയിലെ ഒരു ഭാരവാഹിയൊക്കെയാണ് ഞാൻ. അന്ന് വൈക്കം ഫൊറോനയിലെ ഭാരവാഹിയും വല്ലകം പള്ളിയുടെ ഹെഡ് മാസ്റ്ററുമാണ് ഇന്ന് ലിസി ആശുപത്രിയുടെ ഡയറക്ടറായ തോമസ് വൈക്കത്ത് പറമ്പിലച്ഛൻ. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ് പല കാര്യങ്ങളിലും, പല വേദികളിലും. ഒപ്പം തന്നെ തൃപ്പൂണിത്തറയിൽ നിന്നൊരു സജീവ് പൈനങ്കൽ പുള്ളി റീജൻസി കഴിഞ്ഞപ്പോൾ SJയിൽ ചേർന്നു. ചുരുക്കത്തിൽ ഞങ്ങൾ ഈ സഭാപരമായ പല തലങ്ങളിലും ഒരുമിച്ച് കാണുന്നവരും ഡിഗ്രി കഴിഞ്ഞവരുമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായ ഒരു ആനന്ദത്തിൻ്റെ നാളായിട്ട് മാറാൻ അത് കാരണമായി. പക്ഷെ പിന്നീടൊരു സമയത്ത് ഇത് വീട്ടിൽ ഇത് അവതരിപ്പിക്കുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. അത്രയും ഒരു ഡ്രാസ്റ്റിക് ആകേണ്ടതില്ലായിരുന്നു എന്ന് പിന്നീട് ഞാൻ ഈ ഫോർമേഷൻ, ഇപ്പം ഞാൻ സെമിനാരി പഠിപ്പിക്കാൻ പോകും ചിലപ്പോൾ, അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്. കാരണം എൻ്റെ മൂത്ത പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അവരുടെ വിരുന്ന് ആദ്യമായിട്ട് ഒരു ചങ്ങനാശ്ശേരിക്ക് പോകുന്ന ദിവസം വളരെ അപ്രതീക്ഷിതമായിട്ട് വർഗീസ് ഞാളിത്തച്ഛൻ, എൻ്റെ റെക്ടറായിരുന്ന, അന്നത്തെ റെക്ടറായിരുന്ന ഞാളിത്തച്ഛൻ ഒരു ഇടിത്തി പോലെ വന്ന് എൻ്റെ വീട്ടിലോട്ട് വീഴുവാണ്. അപ്പോൾ എൻ്റെ വികാരിച്ചനുമായിട്ടാണ് വന്നത്, ഞാനവിടെ ഇല്ലെന്ന്. എന്നിട്ട് അച്ഛൻ പറയുന്നു, ഇങ്ങനെ ജിമ്മി സെമിനാരി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചുപോയി, ഗ്രാൻഡ് മദർ അവിടെ ഉണ്ടെന്ന്. കാരണം എൻ്റെ ചാച്ചൻ്റെ അനുജൻ, അവർ 2 പേരാണ്. അപ്പോൾ ആ കുടുംബ വീട്ടിലാണ് അമ്മ താമസിക്കേണ്ടത്, വല്യമ്മച്ചി. പക്ഷെ അന്ന് ഈ സംഭവം ഉള്ളതുകൊണ്ട് വല്യമ്മച്ചി എൻ്റെ വീട്ടിലുണ്ടല്ലോ. വല്യമ്മച്ചി അച്ഛനോട് ഭയങ്കരമായിട്ട് ചൂടായി. കാരണം വേറെ അച്ഛന് വേറെ ആളുകളെയൊന്നും കിട്ടാഞ്ഞിട്ടാണോ ഇങ്ങനെ തിരക്കി വന്നേക്കണം. അപ്പോൾ അവരുടെ വിചാരം അങ്ങനെ തിരക്കി വന്നു എന്നുള്ളതാണ്, അങ്ങനെ ഒരു അന്വേഷിച്ചു വന്നു എന്നുള്ളൊരിതാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞു. അതൊരു വലിയൊരു ഭയങ്കരമായ ഒരു പ്രശ്നമായിരുന്നു. കാരണം നമ്മുടെ അപ്പൻ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, അമ്മ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. എങ്കിലും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, തൃക്കാക്കര മൈനർ സെമിനാരിയിലേക്ക് ഞാൻ വരുന്നത് എല്ലാ സ്ഥലത്തു നിന്നും വലിയ ആഘോഷമായിട്ടാണ് സെമിനാരിലേക്ക് വരുന്നത്. കാരണം ഒരു മകൻ സെമിനാരിയിൽ പോകുന്നത് ആഗ്രഹമുണ്ട്. അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് വരുന്നു. അപ്പം ഞാൻ മൈനർ സെമിനാരി മുറ്റത്ത് ഞാനൊരു പെട്ടിയൊക്കെ ആയിട്ടൊരു ഓട്ടോറിക്ഷയ്ക്ക് വന്ന് ഇറങ്ങുമ്പോൾ അവിടെ മുഴുവൻ വണ്ടികളാണ്, എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ഇങ്ങനെ ആളുകളൊക്കെ വന്ന്. അപ്പം അങ്ങനെ ഒരു വളരെ എൻ്റെ മനസ്സിലൊക്കെ ഭയങ്കരമായ പ്രശ്നം, ഭയങ്കരമായ ഒരു മരിച്ച വീട്ടിൽ നിന്ന് പോരുന്ന പോലെ ആണ് ഞാൻ പോരുന്നതൊക്കെ. ഞാനത് കഴിഞ്ഞ് പോകുന്നൊരു 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ ഒരു പാലത്തിൽ വെച്ച് തലകറങ്ങി, പ്രഷർ താഴെ വീണും ഗ്രീൻ ഗാർഡൻസ് ആശുപത്രി കിടന്നപ്പോൾ ഞാൻ കാണാൻ ചെന്നു. അപ്പോൾ ഞാൻ ബസ് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഞങ്ങളുടെ ഈ തെങ്ങൊക്കെ കയറുന്ന വേലൻ എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് പെർമനൻ്റ് ആയിട്ട് ഒരാളുണ്ടാവും, അയാളാണ് കുറച്ച് ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇയാൾ നമ്മുടെ സ്വന്തം പോലെയാണ്, വീട്ടിലൊരാളാണ്. ഈ അപ്പുക്കുട്ടൻ എന്നാണ് പുള്ളിയുടെ പേര്. ഈ അപ്പുക്കുട്ടൻ എൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞ്, ഇപ്പം മതിയായില്ലേ എന്ന് ചോദിച്ചു. അതായത് ഞാനാണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം എന്നുള്ള മട്ടിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു 1 വർഷത്തിൽ കൂടുതൽ നീണ്ടു നിന്നില്ല. എൻ്റെ അപ്പൻ 10 വർഷം മുമ്പ്, അതായത് ഇത് 11ാമത്തെ കൊല്ലം, 10 വർഷം മുമ്പ് മരിക്കുമ്പോൾ
എൻ്റെ പൗരോഹിത്യത്തെ പ്രതി വളരെ സന്തുഷ്ടനായിട്ടാണ് മരിച്ചതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഞാനിന്ന് ഡോക്ടറേറ്റ് ചെയ്യുവാണ്. എൻ്റെ അപ്പൻ്റെ ഡയറിയുടെ ഒരു പേജിനകത്ത് എൻ്റെ ഡോക്ടറേറ്റിൻ്റെ ഡീറ്റെയിൽസ് പോലും ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നുകൊണ്ട് ഞങ്ങളങ്ങനെ വളരെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം അമ്മച്ചിയാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അവർക്കങ്ങനെ ഒരു കൂടി വന്നാൽ 1 കൊല്ലം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനപ്പുറത്തേക്ക്. കാരണം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ, ഞാൻ പോകുന്ന സമയത്തും എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, നീ അച്ഛനാകണമെങ്കിൽ നല്ലൊരു അച്ഛനായിട്ട് ജീവിക്കണം. നല്ലത് എന്നുള്ളതിന് വിശാലമായ അർത്ഥങ്ങളുണ്ട്. ഞാൻ എന്താണ് അമ്മച്ചി നല്ലത് എന്ന് ഉദ്ദേശിച്ചതെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. കാരണം എനിക്കറിയാം കുറേ കാര്യങ്ങൾ. എന്നാൽ അച്ഛനാകണമെങ്കിൽ നല്ലൊരു അച്ഛനായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം വളരെ ഹാപ്പി ആയിരുന്നു. അച്ഛൻ വൈദികനായതിനു ശേഷം അച്ഛൻ ഏറ്റെടുത്ത് വിവിധ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വൈദിക ജീവിതം എങ്ങനെ എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടാണ്. പക്ഷേ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സ്പെസിഫിക് ഏരിയ ഒന്ന് പിക്ക് ചെയ്യുക. കാരണം ഈ അടുത്ത കാലത്ത് അച്ഛനിപ്പോൾ സിറോ മലബാർ സഭയുടെ വക്താവാണ്, ഔദ്യോഗിക വക്താവാണ്. അതുപോലെ കാറ്റക്കിസത്തിൻ്റെ ചാർജുണ്ട്. അതുകൂടാതെ തന്നെ അച്ഛന് തേവക്കൽ എന്ന് പറയുന്ന ഒരു ഇടവകയിലെ വികാരിയാണ്. അപ്പോൾ അടുത്ത കാലത്ത് നമ്മളുടെ ഒരു നോട്ടിൻ്റെ 2000 രൂപയും 500 രൂപയുടെ നോട്ടിൻ്റെ ഒരു നിരോധനം വന്നു. ഞാനിത് ഈ ചോദ്യത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു കാര്യം തന്നെ അച്ഛൻ്റെ ഒരു മനസ്സിലെ ആളുകളോടും സാഹചര്യങ്ങളോടും അത് അച്ഛൻ വളർന്ന ജീവിതത്തിൻ്റെയും വൈദിക പരിശീലനത്തിൻ്റെ ഒക്കെ ഗുണമായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ടായിരിക്കാം ആ നോട്ട് നിരോധിച്ചപ്പോൾ കാശുള്ളവനും ദരിദ്രനായ ഒരു ദിവസമാണ് ആ ആദ്യത്തെ 2 ദിവസങ്ങൾ എന്ന് പറഞ്ഞത്. എനിക്കറിയാവുന്ന പലരും ഉണ്ട്, കയ്യിൽ പൈസ ഉണ്ടായിട്ടും ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റാതെ, ഒരു സാധനം പോയി പുറത്ത് മേടിക്കാൻ പറ്റാതെ വിഷമിച്ചവരുണ്ട്. അച്ഛനന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇടവകയിൽ ചെയ്തു. ഞാനത് പറയണം, അച്ഛൻ തന്നെ പറയണം. ഇടവകയിൽ ചെയ്ത് ആളുകളുടെ ഹൃദയത്തിൽ ഒരു വലിയൊരു ക്രൈസ്തവ സാന്നിധ്യമായൊരു ദിവസമാണ്. ഒന്ന് പറയാൻ പറ്റോ എന്തായിരുന്നു അവിടെ സംഭവിച്ചതെന്ന്? എനിക്ക് തോന്നണേ അതിനെപ്പറ്റി ആവശ്യത്തിൽ കൂടുതൽ പ്രശസ്തി നേടിപ്പോയോ എന്ന് ഭയപ്പെടുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ സിറോ മലബാർ സഭയുടെ കാറ്റക്കിസവുമായിട്ട് ബന്ധപ്പെട്ട് ദോഹയിൽ ചെന്ന ഒരു 5 കുർബാനയിലിട്ട് ഈ 5 എണ്ണത്തിലും വികാരിച്ചൻ അനൗൺസ് ചെയ്തത് ഈ സംഭവമാണ്. ഞാൻ സിറോ മലബാർ സഭയുടെ എന്തെങ്കിലും ഓഫീസ് ഉണ്ടെന്നോ എന്നുള്ളതിനേക്കാൾ അത് ഈ പറയുന്നിടത്തോളം വലിയൊരു സംഭവമായിരുന്നോ എന്ന് ചോദിച്ചാൽ സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. അതായത് ഞാൻ എൻ്റെ ഇടവകയിലല്ല, റൈജു പറഞ്ഞ പോലെ ആ സമയത്ത് നാട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണ്. ആ സമയത്ത് എൻ്റെ ഇടവകയുടെ ഒരു പ്രത്യേകത, വളരെ പാവപ്പെട്ടവരുണ്ട്, ജോലിക്കാരും 70% ജോലിക്കാരാണ്. ഇൻഫോ പാർക്ക് വളരെ അടുത്തുള്ളത് കൊണ്ട് ജോലിക്കാരാണ്. കുറേ പേര് സാമ്പത്തികമായിട്ട് കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അന്ന് ഈ പൈസ ഇല്ലാതെ വന്നപ്പോൾ ഈ പലചരക്ക് കടകളിലൊക്കെ പൈസയുള്ളവൻ ചെന്ന് ചോദിച്ചാൽ ഉടനെ കടം കൊടുക്കും അവർ. ഇപ്പം ഇന്ന് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഇടവകയിൽ അങ്ങനെ അല്ലാത്ത 1-2 ഫാമിലി ഉണ്ട്. അപ്പം അവർക്ക് 200 രൂപ ഒരു ദിവസത്തെ കൂലി കിട്ടുന്ന ഒരു വീട്ടിൽ നിന്നാണ് അവർ ജോലി ചെയ്തിരുന്നത്. ആ വീട്ടിൽ ജോലിക്ക് ഇതിപ്പോൾ ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊന്നും പറയുന്നത്. ഞാൻ ഇതിൻ്റെ ബേസ് കാരണം പറയും. അപ്പം ഞാനൊരു ദിവസം ചെല്ലുമ്പോൾ ഈ കർമ്മലിച്ചെഴുതി എൻ്റെ അടുത്ത് അവിടെ നിൽക്കുവാണ്. അവിടെ നിന്നിട്ട് പറഞ്ഞു അവർക്ക് പലചരക്ക് കടയിൽ നിന്ന് പൈസ അവർക്ക് കടം പോലും കൊടുക്കുന്നില്ല. അപ്പം അരി വാങ്ങിക്കണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ സാധനം വാങ്ങിക്കണമെങ്കിൽ 200 രൂപ അവർക്ക് കൊടുക്കാനില്ല. മറ്റവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലും പൈസ ഇല്ലെന്നാണ് പറയുന്നത്. ATM എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അവർ ABCD അറിയാൻ പാടില്ലാത്തവരാണ്. അവർക്ക് എന്താണ് ATM, എന്താണ് ബാങ്ക്, ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ അവരുടെ പ്രശ്നം ചിലപ്പോൾ എനിക്ക് അന്നേരം ഒന്ന് പരിഹരിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ കയ്യിലും പൈസ ഇല്ലെന്നേരം ഒന്നുമില്ല. അപ്പോൾ അന്ന് വൈകുന്നേരമാണ് ഞാൻ എൻ്റെ അതൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ ഞാൻ കൈക്കാരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, കൈക്കാരന്മാരിൽ ഒരാളവിടെ നിൽപ്പുണ്ട് അന്നേരം, ജിജു വാത്തികുളം. അപ്പോൾ ഞാൻ ജിജുവിനോട് പറഞ്ഞു, നമ്മുടെ നേർച്ചപ്പെട്ടിക്ക് അത് പൈസ ഉണ്ടാന്ന് നോക്കായിരുന്നല്ലോ. കാരണം അത് നമ്മളിപ്പോൾ നേർച്ചപ്പെട്ടി എന്നൊക്കെ പറയുമ്പോൾ ആളുകളൊക്കെ ഭയങ്കര ലക്ഷക്കണക്കിന് രൂപ ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുന്നുണ്ടാകും. അതിന് മാത്രമൊന്നും പൈസ വരുന്ന കൊച്ചിടവകയാണ് അത്. അപ്പം ഞങ്ങൾ നേർച്ച എടുക്കുന്നത് തന്നെ ഒരു 3-4 മാസം കൂടിയാണ്. അപ്പോൾ പക്ഷെ ഒരു കാര്യമുണ്ട് അതിനകത്ത്, വലിയ പള്ളികളിൽ വരുന്നത് പോലെ വലിയ നോട്ട് ഒരിക്കലും വരാത്തൊരു പള്ളിയാണ് ഞങ്ങളുടെ പള്ളി. അപ്പം മിക്കവാറും 100-ൻ്റെയും 50-ൻ്റെയും 20-ൻ്റെയും 10-ൻ്റെയും നോട്ട് ഇഷ്ടം പോലെ കിടക്കും. നിരോധിക്കാത്ത നോട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും അതിനകത്ത്. അതാണ് ആ നേർച്ചപ്പെട്ടിയുടെ ഒക്കെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ 2 നേർച്ചപ്പെട്ടിയുണ്ട്. പിന്നെ എൻ്റെ പള്ളിയിൽ കുർബാനയ്ക്ക് ഞാൻ പണം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുമല്ല, അവരോട് ഡയറിയിൽ എഴുതിയിട്ട് അതിൻ്റെ നിയോഗം അതിനകത്തേക്ക് തന്നെ ആ പെട്ടിയിൽ ഇട്ടേക്കാൻ പറയുവാണ്.
അവിടെ ആളുകൾക്കൊക്കെ കുർബാന ഏൽപ്പിച്ച് അവരതിൻ്റെ പൈസ ഇടും. ഇപ്പോൾ നമ്മളങ്ങനെ ഒരു വിശ്വാസമൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അവരത് നിയോഗം എഴുതി വയ്ക്കും. ആ ദിവസത്തെ നിയോഗത്തിൻ്റെ പൈസ അതിനകത്തിടും. അപ്പോൾ അതിനകത്തും ചില്ലറ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി നോക്കിയപ്പോൾ അവർ പറഞ്ഞു ചില്ലറ കുറേ കിടപ്പുണ്ട്. കാരണം ഇങ്ങനെ എടുത്തിട്ട് 2 മാസം 3 മാസം മറ്റേ ആയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിടും, നമുക്ക് വേണേൽ ആളുകൾക്ക് അത്യാവശ്യമുള്ളവർക്ക് വേണേൽ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പം മറ്റേ കൈക്കാരനും ജോഷി ചിറയത്തെന്ന് പറയുന്ന മറ്റേ കൈക്കാരനും വന്നു. അപ്പം അവരെ ഒന്നും സംബന്ധിച്ച് ഇപ്പം അവർക്കിത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇപ്പം അവർ പോലും പറയുകയാണ് വെച്ചാൽ നമ്മുടെ പൈസയല്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പോയി. അപ്പം അവരിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ ആ കാര്യത്തിന് ഞങ്ങളെന്തോ കാര്യത്തിന് വേണ്ടി പൈസ ചോദിച്ചപ്പോൾ ഒരു 20ൻ്റെ 100 രൂപ 100ൻ്റെ കെട്ട് വീതമാണ് കൊടുത്തത്. അതിലൊരു കെട്ടെടുത്തപ്പോൾ ആ ആവശ്യം കഴിഞ്ഞിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് 200 രൂപ കണ്ട് ബാക്കിയുണ്ട്. വേറെ 20 രൂപയുടെ ഒരു 100 നോട്ടുകൾ ബാക്കിയിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങളിതൊരു അക്കൗണ്ട് പോലെ എഴുതിയിട്ട് അത് അതിനകത്തേക്ക് തന്നെ ഇട്ടേക്കാൻ പറഞ്ഞു. കാരണം അത് സാധനം തിരിച്ചു വരുമ്പോൾ കൊടുക്കാമല്ലോ. പിന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മോഡാണ്. ഡിസ്ട്രിബ്യൂഷൻ മോഡ് പലതരത്തിലെടുക്കാം. കാരണം ഈ പെട്ടിക്കകത്തുനിന്ന് എണ്ണിയെടുത്തിട്ട് പേരെഴുതി വയ്ക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈട് വാങ്ങിക്കാം. ഇങ്ങനെയൊക്കെ ഒത്തിരി സംഗതികളുണ്ട്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞത് ഒരു നേർച്ചപ്പെട്ടിയിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോയിട്ട് ആരും തിരിച്ചിടാതിരിക്കില്ല. കാരണം അതൊരു വിശ്വാസമാണല്ലോ നമുക്ക്. അത് തീർച്ചയായിട്ടും അവരപ്പോൾ ആരെയും നമ്മളങ്ങനെ ഒരു മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് തുറന്നിട്ടേക്കാൻ പറഞ്ഞു. ഞാൻ വെറുതെ അതിൻ്റെ മുമ്പിൽ തന്നെ തുറന്നിട്ടേക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ കൈക്കാരൻ കുറച്ചുകൂടി ആഘോഷമായിട്ട് അത് ആൾത്താരയുടെ മോളിൽ കൊണ്ട് വെച്ചു. അത് കാരണം ഈ കുനിഞ്ഞെടുക്കണ്ടെന്നും പറഞ്ഞാണ് പുള്ളി എടുത്തത്. അപ്പോൾ മോളിൽ കൊണ്ട് വെച്ചു. അത് ഞാൻ സാധാരണ കൈക്കാരന്മാരാണ് അനൗൺസ് ചെയ്യുന്നത്. അന്ന് പെരുന്നാളുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അനൗൺസ് ചെയ്തു. 1-2 കാര്യം പറയാനുണ്ടായിരുന്നു. ആ പറഞ്ഞുകൂടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ നോട്ടിന് ഭയങ്കര ക്ഷാമമാണ്, ആളുകൾക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് തെക്കൂടൊക്കെ നടക്കുന്നത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ നേർച്ചപ്പെട്ടി തുറന്നു കിടക്കുവാണ്, അത്യാവശ്യമുള്ളവർക്ക് പൈസ എടുത്തുകൊണ്ട് പോകാം, നിങ്ങളിപ്പോൾ തിരിച്ചൊന്നും ഇടണ്ട, എപ്പോഴാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചിടാം എന്ന് പറഞ്ഞു. പക്ഷേ ജിബി പറയുമ്പോൾ അത് വളരെ അതിൻ്റെ യാഥാർത്ഥ്യത്തിലുള്ള സാധാരണ ഒരു കാര്യം പോലെയാണ് അച്ഛൻ പറയുന്നത്, തീർച്ചയായിട്ടും. പക്ഷേ പുറത്തുനിന്ന് കേൾക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഒരിക്കലും നടക്കാത്ത, ഇതുവരെ നടന്ന് കണ്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായ കാര്യം. കാരണം അച്ഛന് അല്ലല്ലോ അത് പറയുന്നത്, ഞങ്ങളാണ് അച്ഛനോട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നം, അച്ഛൻ പറയുന്നതിലൊരു തെറ്റുമില്ല. കാരണം ഇത് ആളുകളെല്ലാം വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ പള്ളിയിൽ നേർച്ചപ്പെട്ടിയോടെ കിടക്കുന്ന ഒരു പെട്ടി നമ്മളതെടുത്ത് ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ അല്ലല്ലോ, ആളുകൾക്കൊരു അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തു. നിങ്ങൾക്ക് എടുക്കാം, തിരിച്ച് നിങ്ങൾക്ക് ഉള്ളപ്പോൾ തിരിച്ചിടാം. അത് വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ്. അച്ഛനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള, അപ്പോൾ അച്ഛൻ്റെ മറ്റ് വിവിധ ശുശ്രൂഷ മേഖലകളിലേക്ക് വരുന്നതിന് മുമ്പ് അച്ഛനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള സമയത്തെല്ലാം അച്ഛൻ്റെ ഒരു പ്രത്യേകത, അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളിലും ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ അച്ഛൻ ഒരു ആത്മീയത എന്നുള്ള വാക്കിനേക്കാളും നല്ലത് സുവിശേഷത്തിൻ്റെ ഒരു മൂല്യങ്ങൾ അച്ഛൻ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഏത് കാര്യത്തിലാണെങ്കിലും. കാരണം അച്ഛനോട് ഞാൻ ഏറ്റവും കൂടുതൽ അടുത്തിടപഴകിയിട്ടുള്ളത് ഈ സഭയുടെ ഒരു വക്താവ് എന്ന നിലയിലാണ്. അതിൽ പ്രതികരിക്കുന്ന കാര്യങ്ങളിലും സഭ പ്രതികരിക്കേണ്ട നിലപാടുകളിലൊക്കെ അച്ഛൻ പറയുന്ന ഓരോ കമൻറ്റിലും ഞാൻ ആ മൂല്യങ്ങൾ അച്ഛൻ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ഛനോട് എൻ്റെ ഒരു ചോദ്യം, അച്ഛൻ്റെ ഈ ഒരു വൈദിക ജീവിതത്തിൽ ക്രൈസിസ് ഉണ്ടായിട്ടില്ലേ, അല്ലെങ്കിൽ സഹനങ്ങളുണ്ടായിട്ടില്ലേ, വെല്ലുവിളികളുണ്ടായിട്ടില്ലേ? അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് അച്ഛൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ ദൈവം നടത്തി എന്ന് തോന്നുന്ന, ദൈവത്തോട് ഇത്രയും ചേർന്ന് നിൽക്കാൻ തോന്നുന്ന സാഹചര്യങ്ങൾ അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ട് അച്ഛൻ്റെ ജീവിതത്തിൽ? എനിക്ക് തോന്നുന്നു ഒരു ക്രൈസിസും ഇല്ലാതെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ചിലപ്പോൾ പൗരോഹിത്യത്തിനൊരു ഭംഗി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം തന്നെ പൗരോഹിത്യം ഒരു വഴിവിട്ടു പോകാനും സാധ്യതയുണ്ട്. അതായത് ക്രൈസിസ് ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്രൈസിസ് ഉണ്ടായി എന്നല്ല ഞാൻ എന്ന് പറഞ്ഞാൽ ക്രൈസിസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ക്രൈസിസ് ഉണ്ടാകാത്ത ഒരു പൗരോഹിത്യ ജീവിതമാണെങ്കിൽ അവിടെ ഒരുപക്ഷെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള നമ്മൾ തന്നെ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്നെനിക്ക് തോന്നുന്നത്, ഒന്നാമത്തെ സംഗതി ചിലപ്പോൾ നമുക്ക് കുറേ കൂടി സുഖകരമായൊരു പൗരോഹിത്യ ജീവിതം തിരഞ്ഞെടുക്കാൻ വേണമെങ്കിൽ, ഇപ്പം തേവയ്ക്കൽ പള്ളിയെപ്പറ്റി നമ്മൾ പറഞ്ഞു. എനിക്ക് തേവയ്ക്കൽ പള്ളി ലഭിക്കുന്നത് ഞാൻ വളരെ ശക്തമായി ആർഗ്യൂ ചെയ്ത് വാങ്ങിച്ചെടുക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ സീറോ മലബാർ സഭയുടെ മതബോധന കേന്ദ്ര കാര്യാലയത്തിൻ്റെ ആളായിട്ട് അവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ മാത്രമായിട്ടൊരു ഓഫീസിൽ ഒരു അച്ഛൻ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ വരുന്നത്. അപ്പോഴാണ് ഈ സീറോ മലബാർ സഭയുടെ വക്താവിൻ്റെ ഒരു ചുമതലയുണ്ട്. അപ്പോൾ പിന്നെ ഒരു പള്ളി എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നിയത് എനിക്ക് അവിടെ ഒരു പള്ളി ഉള്ളത് കൊണ്ട് എൻ്റെ ലൈഫ്, ഞാൻ ഇവിടുന്ന് നേരെ പള്ളിയിലോട്ടാണ് പോകുന്നത്.
നാളെ രാവിലെ ഞാൻ വേറൊരു ജന്മമാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. ഒരു പുതിയ ലൈഫാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഈ പറഞ്ഞ പാവപ്പെട്ടവരോടും സാധാരണക്കാരോടും പിന്നെ ലൈഫിൽ കഷ്ടപ്പെടുന്നവരോടും, ഈ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കഷ്ടപ്പാട് അതിനകത്തൊരു കഷ്ടപ്പാടല്ലാതാകുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അവസരങ്ങൾ പൗരോഹിത്യത്തിൽ ഒത്തിരി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ തെറ്റിദ്ധരിച്ചു എന്നല്ല പറയുന്നത്. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശസ്തി ലഭിച്ചിട്ടുള്ള ഒരാളാണ് എന്നാണ് ഞാൻ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ നേർച്ചപ്പെട്ടി തുറന്നു കൊടുത്തത് തന്നെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് എന്നതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. അങ്ങനെ ഒരാൾ വ്യാഖ്യാനിച്ചാൽ നമ്മൾ ആനന്ദിച്ച് ആഹ്ലാദിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. കാരണം അങ്ങനെ ഇപ്പം നമ്മളതൊരു എന്ത് ചെയ്താലും അതിനെ പലതരത്തിൽ കാണാൻ ആളുണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ സംഗതി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ, അതൊക്കെ കർത്താവ് വളരെ നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ സംഗതി, നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകുന്ന അവസരങ്ങളുണ്ടാകാറുണ്ട്. ഞാൻ ഈ എറണാകുളത്ത് കാറ്റീസം ഡിപ്പാർട്ട്മെൻറ്റിൽ 7 വർഷം ഡയറക്ടറായിരുന്നു, കലൂർ എറണാകുളം രൂപതയുടെ. ഞാനെന്ന് പറയാറുണ്ട്. അപ്പോൾ അവർ പറയും, ഞാൻ ഡയറക്ടറായിരുന്നപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു അവിടെ. ഈ സോഷ്യൽ ഔട്ട്റീച്ച് പ്രോഗ്രാം, അതുപോലെ ഇങ്ങനെ ഈ കുട്ടികളുടെ പഠനമല്ലാതെ അവരെ കൂടുതലായിട്ട് ആളുകളുമായിട്ട് ബന്ധപ്പെടുത്തുന്ന പരിപാടികളും. പക്ഷെ അന്നെല്ലാം ഞാൻ ആലോചിച്ചിരുന്നതാണ് ഈ ടീച്ചേഴ്സിന് വേണ്ടി ഒരു ട്രെയിനിങ് പ്രോഗ്രാം പോലെ ഒരു ഇതുപോലുള്ള പ്രോഗ്രാം നടത്തണം. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ മനസ്സിൽ കണ്ടിരുന്ന 1-2 പരിപാടികൾ അതെൻ്റെ ഒരു ഭയങ്കര ഒരു സംരംഭമായിട്ട് കൊണ്ടുവരാൻ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടോ അത് നടക്കാതെ പോയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു മസിൽ പവർ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെക്കുന്ന സംഗതികളെ ദൈവം പയ്യെ ഒന്ന് തട്ടി മാറ്റുന്നതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ആ ബോധ്യം എനിക്കുണ്ടാകുമ്പോൾ എനിക്ക് ഒരു പരാജയമല്ലാതെ പോകുന്നുണ്ട്. ഞാനിത് പരസ്യമായിട്ട് മതാധ്യാപകരുടെ വേദിയിലൊക്കെ പ്രസംഗിച്ചിട്ട് പോലുമുണ്ട്. കാരണം ദൈവം അത് ആഗ്രഹിക്കുന്നില്ലായിരിക്കും, അതുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മളെല്ലാ സ്ഥലത്തും ഭയങ്കരമായിട്ടൊരു വലിയ സംരംഭം നമ്മൾ തുടങ്ങുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ദൈവം തന്നെ നേരിട്ട് നമ്മളെ പരാജയപ്പെടുത്തുന്ന ചില അവസരങ്ങളുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ഒരു അതിരൂപത കൺവെൻഷൻ നടത്തുന്ന സമയത്ത് പൊതുവെ ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ ശക്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങളവിടെ റിഫ്രഷ്മെൻറ്റ് കൊടുത്തു. പാളി എന്ന് പറഞ്ഞാൽ അത് പൊളിഞ്ഞു പോയില്ലെങ്കിലും അത് പാളി, കാരണം അത് കൊടുത്തത് അത്ര ശരിയല്ല. അത് ശരിയാകാതിരുന്നതിൻ്റെ പ്രധാന കാരണം ഞാൻ അനൗൺസ് ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് അനൗൺസ് ചെയ്തില്ല എന്നുള്ളതാണ്. ഞാൻ അനൗൺസ് ചെയ്തില്ല. അപ്പോൾ ഇത് കൊടുക്കുന്നതിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ആൾക്ക് എന്നോട് ഭയങ്കര അരിശുമായി. കാരണം അച്ഛൻ വെറുതെ ഉഴപ്പിയതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അയാളോട് അന്ന് പറഞ്ഞു, പുള്ളി എന്നോട് ഭയങ്കര, അതായത് അച്ഛൻ അനൗൺസ് ചെയ്യാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവസാനം എനിക്ക് ഇയാളെയും ഒന്ന് കൺവിൻസ് ചെയ്യിക്കേണ്ട എൻ്റെ പ്രശ്നം. ഞാൻ മനഃപൂർവ്വം അങ്ങനെയല്ല പറയാതിരുന്നു. പക്ഷേ ചുരുക്കത്തിൽ ആ റിഫ്രഷ്മെൻറ്റ് കിട്ടേണ്ടടുത്ത് കൃത്യമായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇവരുദ്ദേശിച്ച പോലെ പാസ് ചെയ്യപ്പെടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ കൺവെൻഷന് വേണ്ടി വളരെയധികം പ്രാർത്ഥിച്ചു, ഉപവസിച്ച് ഒരുങ്ങി. പക്ഷേ അന്നേരം പറയേണ്ട കടലാസ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ പറയേണ്ട കാര്യം പറഞ്ഞില്ല എങ്കിൽ ദൈവം തീരുമാനിച്ചിട്ടുണ്ടാകും ജിമ്മി അച്ഛൻ അങ്ങനെ ഒരുപാട് ഷൈൻ ചെയ്യേണ്ട ഈ കാര്യത്തിൽ, കാരണം ഇതിങ്ങനെ ഭയങ്കര ഭൂമിയിൽ പോകുവാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം അയാൾക്കത്ര സംതൃപ്തി കിട്ടിയെന്ന് എനിക്ക് തോന്നിയില്ല. ഞങ്ങൾ തമ്മിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഒരു 2 ആഴ്ച മുമ്പ് ഈ പുള്ളി എന്നെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു, അച്ഛൻ എന്നെപ്പോലെയുള്ളൊരു സാറിന് ജീവിക്കാൻ, ആത്മീയതയിൽ ജീവിക്കാൻ അച്ഛൻ അന്ന് പറഞ്ഞ ഒരു വാക്ക് മതി എന്ന് പറഞ്ഞു. അതപ്പം ഞാൻ ഭയങ്കരമായിട്ട്, അതായത് പുള്ളിയുടെ മനസ്സിൽ ഈ പറഞ്ഞ സംഭവം, അതുകൊണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്തതും. അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ പരാജയപ്പെടുന്ന നിമിഷങ്ങൾ പോലും ദൈവം ഒരു ആത്മീയമായിട്ട് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ പൗരോഹിത്യത്തിൻ്റെ അത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങളും ഇതുപോലുള്ള ചില പ്രശ്നങ്ങളും നമുക്കുണ്ടാകാറുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് തോന്നുന്നു, നമ്മൾ പലപ്പോഴും ഈ കൂടുതൽ നന്മയിലേക്ക്, കൂടുതൽ ഈ അധികാരത്തിൻ്റെയോ അല്ലെങ്കിൽ സുഖത്തിൻ്റെയോ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അവഗണിക്കപ്പെടുന്നത് ക്രിസ്തുവാണോ എന്ന് അച്ഛന്മാർ, ഞങ്ങൾ പോലും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എനിക്ക് ആവശ്യത്തിന് ആരോഗ്യമുണ്ട്,
എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അച്ഛന്മാർക്ക് ഭക്ഷണത്തിനൊന്നും കഷ്ടപ്പാട് ഒരു സ്ഥലത്തും ഉള്ളതായിട്ട് കേട്ടിട്ടില്ല. ഇൻ്റർനാഷണൽ തലത്തിൽ അവർക്ക് 4 നേരം ഭക്ഷണം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ വന്ന് ക്രിസ്തുവിനെ മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക്, അങ്ങനെയാണല്ലോ നമ്മൾ പലരും അച്ഛന്മാരെ പറ്റിയൊക്കെ കുറ്റം പറയുമ്പോൾ അങ്ങനെ വരുന്നത്. അതിൽ ചിലപ്പോൾ ഞാനും പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ഇയാളൊരു അച്ഛനായിട്ട് നടന്നിട്ട് എന്താണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ അവിടെയൊക്കെ നമ്മൾ വെറും 0 മാർക്കായി പോകുന്ന ഒരു സമയമാണല്ലോ. ഇങ്ങനെയുള്ള ഒരു കുറേ ക്രൈസിസുകൾ നമുക്ക് ജീവിതത്തിൽ വരാം. ഞാൻ ഇതിനോട് ചേർത്ത് തന്നെ ചോദിക്കണം. അച്ഛൻ പറയുമ്പോൾ തന്നെ വളരെ ക്ലിയറാണ്. കാരണം ദൈവം അനുവദിക്കുന്ന വഴികളിലൂടെ നടക്കാൻ നമ്മൾ ദൈവത്തെ അല്ലെങ്കിൽ നമ്മൾ സ്വയം അനുവദിക്കുന്ന ഒരു സാഹചര്യമാണ് അച്ഛൻ പറയുന്നത്. ഇവൻ നമ്മുടെ പരാജയങ്ങളിലൊക്കെ ദൈവം കൂടെ ഉണ്ട് എന്ന് പറയുന്ന. പക്ഷേ ഞാൻ അതിൻ്റെ മറ്റൊരു തലം, ഈ ക്രൈസിസ് ഉണ്ടാകുമ്പോഴും ഈ സഹനങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും മറ്റു ധാരാളം ഒരുപക്ഷെ മുൻപോട്ട് പോകാൻ പറ്റാതെയൊക്കെ നമ്മൾ വിഷമിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഒരു സൈഡ്, മറ്റൊരു സൈഡ് ധാരാളം തിരക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നു. അച്ഛൻ്റെ ഉത്തരവാദിത്തങ്ങൾ തിരക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം ഈ 2 മേജർ ഉത്തരവാദിത്തങ്ങളുടെ ഒപ്പം ഒരു പാരിഷ്, അത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള 2 പൊസിഷൻസുമാണ്. പാരിഷും തീർച്ചയായിട്ടും റെസ്പോൺസിബിളാണ്. എങ്ങനെയാണ് അച്ഛൻ്റെ ഒരു ആത്മീയ ജീവിതം ഭൗതിക ജീവിതം 2 ജീവിതമില്ല, എന്നാലും ഞാനത് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഒന്ന് ചോദിക്കുന്നതാണ്. അച്ഛൻ്റെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായി തന്നെ പറഞ്ഞാൽ യേശുവുമായിട്ടുള്ള ഈ പറയുന്ന ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരു ജീവിത രീതി, ശൈലി എന്താണ്? ശൈലി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംഗതിയാണ്. ഇതുമായിട്ട് മാത്രം നടന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ വളരെ കുറഞ്ഞു പോകാറുണ്ട്. ഇതിന് നമ്മൾ പിള്ളേരോട് കുരിശ് വരയ്ക്കാനൊക്കെ പറയുന്നത് അത് തന്നെ ജീവിതാവസാനം വരെ സംഭവിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ വരുന്ന സമയത്ത് എൻ്റെ പള്ളിയിൽ കുർബാന പല സമയത്തൊക്കെ ആയിരുന്നു. ഞാനിപ്പോൾ ചെയ്യുന്നത് 5:30 മണിക്ക് ഞാൻ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് ചോദിക്കും എൻ്റെ പള്ളിയിൽ. അപ്പോൾ 5:30 മണിക്ക് 3-4 പേരുണ്ടാകും. ഞാൻ 3-4 പേർക്ക് വേണ്ടിയല്ല അത് അനൗൺസ് ചെയ്തത്. പക്ഷേ ആ സമയത്ത് ഇപ്പോൾ ആൾ വരാൻ തുടങ്ങി. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു 10 പേരാകും, കുറച്ച് കഴിയുമ്പോൾ ഒരു 10-15 പേരാകും. അപ്പം അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ വന്നാലും ഇല്ലെങ്കിലും 5:30 ഞാൻ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് ചോദിക്കും. 6:15 എൻ്റെ പള്ളിയിൽ കുർബാനയുമുണ്ട്. അപ്പോൾ ആ ഒരു 3/4 മണിക്കൂറുള്ള ഒരു ആരാധന എന്നെ സംബന്ധിച്ച് വളരെ വളരെ വലുതാണ്. അവിടെ എനിക്കതിനകത്ത് ഒരു അല്പം ഒരു ലജ്ജയുള്ളൊരു കാര്യമുള്ളത്, ഞാനിപ്പോൾ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വയ്ക്കുന്നത് എൻ്റെ ആത്മീയത കൊണ്ടല്ല എന്നെനിക്കറിയാം. കാരണം ഞാൻ ഫോഴ്സ് ചെയ്യപ്പെടുവാണ് അത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ വളരെ സംതൃപ്തനാണ് ആ കാര്യത്തിൽ. കാരണം എന്നെ സഹായിക്കാനായിട്ട് ഈ നമ്മുടെ സിറോ മലബാർ സഭയുടെ തന്നെ വൈസ് ചാൻസലറായിട്ടുള്ളൊരു പോൾ റോബിൻ തെക്കത്തെന്ന് പറയുന്ന അച്ഛൻ, സാഗർ രൂപത എന്നുള്ളതാണ് അച്ഛൻ, എന്നെ സഹായിക്കാൻ വരുന്നുണ്ട്. അച്ഛൻ നല്ലൊരു പാസ്റ്ററൽ മൈൻഡുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എന്ന് വേണേലും അച്ഛൻ കുർബാനയ്ക്ക് വരാൻ തയ്യാറാണ്. പക്ഷേ ആ കാര്യത്തിൽ ഞാനിവിടെ ഉള്ള സമയത്ത്, ചിലപ്പോൾ എനിക്ക് യാത്രകൾ വരുമ്പോഴാണ് അച്ഛൻ സഹായിക്കുന്നത്. ഇവിടെ ഉള്ള സമയത്ത് ഞാൻ കഴിയുന്നതും ആ കുർബാന ചൊല്ലാൻ ശ്രമിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുർബാനയോട് അനുബന്ധമായിട്ട് ഈ ഒരു ആരാധന കൂടിയുണ്ട്. അപ്പം അച്ഛൻ വരുന്ന ദിവസം ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ ആ ആരാധനയ്ക്ക് ഞാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ആ ഒരു സമയം എനിക്ക് പകരം എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കാറില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ഇടവകയ്ക്കും എൻ്റെ ഇടവക ജനത്തിനും എനിക്കും ആത്മീയമായി വളരെ നല്ലൊരു നവോത്ഥാനം കിട്ടിയൊരു സംഭവമായിരുന്നു ആ ആരാധന. പിന്നീടുള്ള സമയത്ത് ഈ വൈകുന്നേരത്തെ ഒരു പ്രാർത്ഥന നമ്മൾ മുടക്കാതിരിക്കാൻ നോക്കും. പക്ഷെ ചിലപ്പോൾ ഞാൻ ആലോചിക്കും അതൊക്കെ ഒരു റൊട്ടീനായിട്ട് പോകുന്നതാണോ എന്ന് നമ്മൾ ആലോചിക്കും. ഉച്ചയ്ക്കും നമ്മൾ സമയം കിട്ടുവാണെങ്കിൽ അല്പസമയം പ്രാർത്ഥിക്കും. ഒരു വലിയ വിശുദ്ധനല്ലെങ്കിലും ദൈവം നമ്മളെ തട്ടിക്കളയില്ല എന്നുള്ളതാണ് പ്രയർ ലൈഫിനെ പറ്റിയുള്ള എൻ്റെ ഒരു പൊതുവായ ഒരു കണക്കുകൂട്ടൽ. അത്രയേ ഉള്ളൂ. അച്ഛൻ്റെ വളരെ ഒരു പ്രധാന ഇത് പറയുമ്പോഴും അച്ഛൻ്റെ ഒരു വളരെ പ്രത്യേകത, അച്ഛൻ ആ ഒരു വളരെ തുറവിയോടെയാണ് പറയുന്നത്, ഒരു യാഥാർത്ഥ്യത്തോടെയാണ് പറയുന്നത്, ഒരു പൊടിപ്പും തൊങ്കലും ഇല്ലാതെയാണ്. തീർച്ചയായിട്ടും അച്ഛൻ ഫോഴ്സ്ഫുള്ളായിട്ടോ അല്ലാതെയോ ആത്മീയ ജീവിതത്തിന് കൊടുക്കുന്ന ഈ പ്രാധാന്യം തന്നെയാണ് അച്ഛൻ്റെ മറ്റു ശുശ്രൂഷ രംഗങ്ങളുടെ വിജയത്തിൻ്റെയും രഹസ്യമെന്ന് എനിക്ക് അച്ഛൻ്റെ വാക്കുകളിലും അച്ഛനോട് ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലും വളരെ ഉറപ്പുള്ളൊരു കാര്യമാണ്. പക്ഷേ ചേർത്തലയിൽ ചേർത്തലയിൽ നിന്ന് ഒരു നല്ല 2 മാതാപിതാക്കൾക്ക് ജനിച്ച ഏക ആൺതരി, ഒരുപക്ഷെ അവർക്കൊക്കെ ഏറെ പ്രതീക്ഷയും സ്വപ്നവും ഉണ്ടായിട്ടും വീട്ടിൽ നിന്ന് ദൈവവിളി തിരഞ്ഞെടുത്ത് സെമിനാരിയിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യവും അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ തന്നെ മാതാപിതാക്കൾ അതൊരു ദൈവത്വതയായി സ്വീകരിക്കുകയും വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവവും അതിന് മനോഹരമായ വഴിയൊരുക്കുന്നെന്ന് ഇളയ പെങ്ങളും അളിയനൊക്കെ വീട്ടിൽ അമ്മച്ചിയെ നോക്കാനുണ്ട്. ആ വൈദിക ജീവിതത്തിലേക്ക് അച്ഛൻ വന്നതും അതിനുശേഷം അച്ഛൻ്റെ ജീവിതത്തിൽ ഇന്ന് ഓരോ മേഖലയിലും ഉണ്ടാകുന്ന വെല്ലുവിളികളിലും ഒക്കെ അച്ഛൻ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊരു കാര്യമാണ് അച്ഛൻ പങ്കുവച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് തോന്നിയത്, അച്ഛൻ പറയുന്നു, പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ചില പരാജയങ്ങളുണ്ടാകുമ്പോഴൊക്കെ
ചിലപ്പോഴൊക്കെ ചില പരാജയങ്ങൾ ദൈവം അനുവദിക്കുന്നതാണ് എനിക്ക്, കാരണം ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കാനും കൂടെ നിൽക്കാനും എന്ന് അച്ഛൻ പറഞ്ഞ ആ ഒരു വലിയ ബോധ്യം. അച്ഛാ, ദൈവം അച്ഛനെ മുന്നോട്ട് നയിക്കട്ടെ. അച്ഛൻ്റെ ജീവിതത്തിൽ എന്നും തീർച്ചയായിട്ടും ഈ ഒരു ആത്മീയതയിൽ, സുവിശേഷ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഈ ശൈലിയിൽ, ഇത്രയും ഉത്തരവാദിത്തങ്ങളുടെ ഇടയിൽ ഒരു ഇടവക വേണമെന്ന് നിർബന്ധം പിടിച്ച് മേടിച്ച ഒരു അജപാലന ദൗത്യബോധം, അതുമെല്ലാം അച്ഛനെ ദൈവം തീർച്ചയായിട്ടും മുൻപോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പങ്കുവയ്ക്കാം. ഈ ജോഷുവ പ്രോഗ്രാമിൽ, ശാലോം ടി വിയിലെ അച്ഛൻ്റെ ഈ സാന്നിധ്യത്തിന് താങ്ക് യു. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ.